ശബരിമലയിൽ തീർത്ഥാടന കാലം. പെരിയാർ ടൈഗർ റിസർവിന് കീഴിലുള്ള നിബിഡ വനമാണ് ശബരിമല. വന്യജീവികളും പക്ഷികളും ഏറെയുള്ള ഇടം. ഈ തീർത്ഥാടന കാലത്ത് അവയെ തേടി ഇറങ്ങുകയാണ് ന്യൂസ് 18-ന്റെ ക്യാമറ. കാടിനെ അറിയാൻ ഞങ്ങൾ പോവുകയാണ്. കാട് കാത്തുവച്ചിരിക്കുന്ന വിസ്മയങ്ങൾ കാണാം. പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന അണലി, അതും തീർത്ഥാടകർ എപ്പോഴും സഞ്ചരിക്കുന്ന മരക്കൂട്ടത്ത് വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിലും കമ്പിവേലിയിലുമായി. മരക്കൂട്ടം സന്നിധാനം പാതയിലെ നിത്യക്കാഴ്ചയായിരുന്നു പച്ചില പാമ്പുകൾ. ഈ വഴിയിൽ അവർ ശാന്തരാണ്. കണ്ണു തുറന്ന് ഇരയെ കാത്തിരിക്കുകയാണവർ. കാട്ടുപന്നികൾ നാട്ടിലെ കർഷകർക്കിടയിൽ വില്ലന്മാരാണ്. പക്ഷേ ഇവിടെ അവർ അന്തേവാസികളാണ്. ആരോടും ഉപദ്രവമില്ലാതെ കഴിഞ്ഞുകൂടുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ തേടിയാണ് കാട്ടിൽ നിന്നും ഇവർ സന്നിധാനത്തേക്ക് എത്തുന്നത്. കാഴ്ചയിൽ സുന്ദരനും സുന്ദരിയുമായ കുഞ്ഞുങ്ങളോടൊപ്പം. നാട്ടിൽ കാണാത്ത വിവിധയിനം ഓന്തുകൾ ഈ കാട്ടിലുണ്ട്. പിന്നെ കാഴ്ചയിൽ മനോഹരവും വിഷം കൊണ്ട് ഭയപ്പെടുത്തുന്നതുമായ ചിലന്തികൾ. കാഴ്ചയിൽ സുന്ദരിയായ പുഴുക്കൾ വരെ കാണാം. കാട് പല കാഴ്ചകളും ബാക്കി വെക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അനുഭവം അതുതന്നെയാണ്. ഈ കാട്ടിൽ മലമുഴക്കി വേഴാമ്പലിന്റെ സാന്നിധ്യമുണ്ട്. ഏറെ ദിവസങ്ങൾ കാത്തിരുന്നു, പക്ഷേ കണ്ടെത്താനായില്ല. കാത്തിരിപ്പ് തുടരുകയാണ്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, സന്നിധാനം. തിരിച്ചു വരാം. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കി പോവാം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ജയിൽ വധഭീഷണി എന്ന ആരോപണം തള്ളി ജയിൽ വകുപ്പ്. സ്വപ്നയെ അനധികൃതമായി ജയിലിൽ ആരും സന്ദർശിച്ചിട്ടില്ല. കുടുംബാംഗങ്ങൾ മാത്രമാണ് ജയിലിൽ സ്വപ്നയെ സന്ദർശിച്ചത്. അന്വേഷണ ഏജൻസികൾക്ക് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്നും ജയിൽ വകുപ്പ് വിശദീകരിക്കുന്നു. ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സ്വപ്ന കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുക. കടുത്ത തലവേദനയും ശാരീരിക അസ്വസ്ഥതയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെയാണ് രവീന്ദ്രനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ആശുപത്രിയിൽ തുടരേണ്ടതുണ്ടോ എന്ന് ഉച്ചയോടെ തീരുമാനിക്കും. നാളെയാണ് രവീന്ദ്രൻ EDക്ക് മുന്നിൽ ഹാജരാകേണ്ടത്. നമ്മളെല്ലാ ദിവസവും പറയാറുള്ള പോലെ പരിചയപ്പെടേണ്ട ചിലർ, അങ്ങനെ ഒരാളിലേക്ക്. അച്ചാറുകൾ കൊണ്ട് ജീവിതം തിരിച്ചുപിടിച്ച ഒരാളെ പരിചയപ്പെടാം. മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശിനി കലശ്ശേരി റംലയുടെ ജീവിതം നിശ്ചയദാർഢ്യത്തിന്റെയും പരിശ്രമത്തിന്റെയും പ്രതിഫലമാണ്. വീട്ടിലെ അടുക്കളയിൽ അടുക്കി വെച്ച കുപ്പികളിൽ മാങ്ങാച്ചാർ നിറച്ചുകൊണ്ട് റംല പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ കാലത്തെപ്പറ്റി, വഴിത്തിരിവുകളെപ്പറ്റി. ൽ ഭർത്താവ് മുഹമ്മദ് കുട്ടി മരത്തിൽ നിന്ന് വീണ് നട്ടലിന് പരിക്കേറ്റ് കിടപ്പിലായപ്പോൾ 2 കുട്ടികളെയും കയ്യിലെടുത്ത് തുടങ്ങിയതാണ് റംലയുടെ ഓട്ടം. എല്ലാത്തിനും പിന്തുണയും ആശ്രയവുമായത് കുടുംബശ്രീയാണ്. 2000 രൂപ ലോൺ എടുത്താണ് അച്ചാർ നിർമ്മാണം തുടങ്ങിയത്. അപ്പോൾ പൈസൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെ തുടങ്ങാൻ, എന്ത് ചെയ്യണമെങ്കിലും പൈസ. അപ്പോൾ അയൽക്കൂട്ടത്തിൽ നിന്ന് സാറ് പറഞ്ഞു, അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട് തുടങ്ങാൻ. അങ്ങനെ 2000 രൂപ ലോൺ എടുത്ത് പാത്രങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് അച്ചാർ അങ്ങനെ അച്ചാറിട്ടു. ഫസ്റ്റിൽ വീടുകളിൽ കൊണ്ടുപോയിട്ടു. കുടുംബശ്രീ തന്നെയാണ് പിന്തുണ, മാത്രമൊന്നുമല്ല എല്ലാ തുണയും ഇന്നും കുടുംബശ്രീ തന്നെയാണ് എല്ലാത്തിനും സപ്പോർട്ട്. വീടുകളിൽ അച്ചാർ വിറ്റായിരുന്നു തുടക്കം. കുടുംബശ്രീ മേളകളാണ് അച്ചാറുകളുടെ രുചി മലപ്പുറം ജില്ല മുഴുവൻ എത്തിച്ചതും റംലയുടെ തലവര മാറ്റിയതും. ഇന്ന് ജില്ല മുഴുവനും ജില്ലയ്ക്ക് പുറത്തും ബിസ്മില്ല അച്ചാറുകളും മറ്റു ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. എന്താണ് അച്ചാറുകളുടെ രുചിയുടെ രഹസ്യം എന്ന് പറയാൻ റംലയ്ക്ക് മടിയില്ല. കാരണം
കൈപുണ്യം പകർത്താൻ പറ്റില്ലല്ലോ. സാധാരണ നാടൻ തന്നെ, നമ്മൾ പൊടികളൊന്നും പുറത്തുനിന്ന് വാങ്ങില്ലൊക്കെ വറുത്ത് പൊടിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ പുറത്തുള്ള അച്ചാറിൻ്റെ മാതിരിയുള്ള കെമിക്കലൊന്നുമില്ല, ഉപ്പ് കൂടുതലുണ്ടാവില്ല, സുർക്ക കുറച്ചേ ഒഴിക്കുള്ളൂ. സുർക്ക തീരെ ചേർക്കാതെ എന്നാലും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ വിൽക്കാനാകുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസം നമ്മളെടുത്തുനിന്ന് 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് പോയാലും വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്ന പോലെ കൂട്ടി തീരുമ്പോഴത്തേക്കും കേടുക. അപ്പോൾ പിന്നെ കുറച്ച് സുർക്ക ചേർക്കും. വീട് നിർമ്മാണം, മക്കളുടെ പഠനം, ഭർത്താവിന്റെ ചികിത്സ എന്നിവയ്ക്കെല്ലാം അടിസ്ഥാനമായത് അച്ചാർ നിർമ്മാണവും വിപണനവുമാണ്. ഇന്ന് ഭർത്താവ് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു സംരംഭം നടത്തുന്നു. 2 മക്കളിൽ ഒരാൾ വിദേശത്താണ്, മറ്റേയാൾ പഠിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ റംല മറികടന്നത് മനോധൈര്യവും കുടുംബശ്രീയുടെ കൈസഹായവും പിന്നെ കുടുംബത്തിന്റെ പിന്തുണ ലഭിച്ചതുകൊണ്ടുമാണ്. ആദ്യം ഇങ്ങനെ പോകുമ്പോൾ വല്ലാതെ ഇങ്ങനെ പറയും, വീട്ടിൽ കിടക്കും, ഞാൻ പുറത്ത് പോകും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ കാലമൊക്കെ നമ്മളെ ആൾക്കാർ പുറത്തൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, ട്രെയിനിങ്ങിനും കാര്യത്തിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്നോട് അറിയാം, അതിനും സാരില്ല, ഞാനല്ല എന്നെ കൊണ്ടുനടക്കുന്നത്, എനിക്ക് എന്നെ അറിയാം, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും പഠിച്ചവനും എനിക്കും അറിയാം, പിന്നെ എന്താ പ്രശ്നം, എനിക്ക് ധൈര്യമാണ് ആര് പറഞ്ഞാലും. ആദ്യമൊക്കെ എന്തെങ്കിലും കേട്ടാൽ കരഞ്ഞിരുന്നു, പിന്നെ പറഞ്ഞാൽ ആയിക്കോട്ടെ അങ്ങനെ തന്നെയാണ്. ഈ അടുത്ത കാലത്താണ് റംലയുടെ ജീവിതം സോഷ്യൽ മീഡിയ വഴി ലോകമറിഞ്ഞത്. അതിന് ഒരു നല്ല വശമുണ്ടായി. എല്ലാം തകർന്ന ചിലരുടെ ജീവിതം തന്നെ വഴിതിരിച്ചു വിട്ടത് റംലയുടെ ജീവിത കഥയാണ്. 40 വയസ്സായ പിന്നെ ആണുങ്ങളാണ്. അവർ കൊറോണയായിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് അവർ കുറേ പൈസ ചിലവാക്കി. കാരണം അവിടുന്ന് പോന്നപ്പോൾ ഉള്ളതും കെട്ടുതാലി അടക്കം വിറ്റിട്ടൊക്കെയാണ് കുറേ സാധനങ്ങൾ ഹോൾസെയിൽ ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് നല്ലൊരു വിപുലീകരിച്ച് അവർക്ക് കയറ്റി അയക്കാനുള്ള പ്ലാനിങ് ആയിട്ടാണ് അവരെല്ലാതും ചെയ്തത്. എല്ലാതും എടുത്തു. പക്ഷേ അച്ചാർ ശരിയാവണില്ല, ഒന്നും നേരാവണില്ല പറഞ്ഞാൽ അങ്ങനെ അന്ന് രാത്രി അവർ എന്തോ വിഷം കൈ പിടിച്ച് നിന്നിട്ടാണ് പിന്നെ ഇങ്ങനെ ആലോചിച്ചെന്ന് ഭാര്യയും ഭർത്താവും പിന്നെ അവിടെ ഒരു മകനും കൂടെ. അപ്പോഴാണ് വെറുതെ ഇവള് ഫോണെടുത്ത് നോക്കിയപ്പോൾ അവൻ്റെ വീഡിയോ കണ്ടത്. അതിൽ അവർ അപ്പം തന്നെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം തന്നെ വിളിച്ചു, പിന്നെ ഇങ്ങനെ താത്ത നിങ്ങളെവിടെയാണ്, നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ കുട്ടി പറഞ്ഞത്തെ ഭാര്യനോട് നമുക്ക് ഏതായാലും നാളെ നേരം വിളിച്ചിട്ട് വീട്ടിൽ അവിടെ പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ സാധനം എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ അച്ചാറിന് എന്താ ചേർക്കുന്നത്, ഞങ്ങളെങ്ങനെ ഉണ്ടാക്കിയാലും കേട് വരികയാണ്, അതേപോലെ പിന്നെ ഗ്യാസ് നിറഞ്ഞ് പോവുകയാണ്, എന്തെങ്കിലും ശരിയാവണില്ല. അപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പം ഇന്നലെയും കൂടി വിളിച്ചിട്ട് പറഞ്ഞു, താത്ത എനിക്ക് ജീവിതം തന്നു ഞങ്ങൾക്ക്. കോവിഡ് കാലമായതുകൊണ്ട് അച്ചാർ നിർമ്മാണം അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും പുതിയ രുചിക്കൂട്ടുകളും ഉൽപ്പന്നങ്ങളുമെല്ലാം നിർമ്മിക്കാൻ റംല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു രസമുള്ള രസമുള്ള കാഴ്ചയൂടെ കാണാം. കോഴിക്കോട് എലത്തൂർ ബീച്ചിൽ വേലിയിറക്ക സമയത്ത് മാരകായുധങ്ങളുമായി നാട്ടുകാരെത്തുന്നത് എന്തിനാണ്? പാറകളിൽ പറ്റുപിടിച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ശേഖരിക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഉത്സവത്തിൻ്റെ തിരക്കാണ്. അപ്പം ഈ വാർത്തയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കില്ല പരിചയമുള്ള ദൃശ്യങ്ങളായിരിക്കും, എൻ്റെ നാട്ടിൽ അധികം പരിചയമില്ലാത്ത ദൃശ്യങ്ങളാണ്. ഏതായാലും ആ ദൃശ്യങ്ങളോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു. നടക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസമായി എലത്തൂരിലെ ഈ കടപ്പുറത്ത് ആളുകളുടെ തിരക്കാണ്. കടല് കാണാൻ വന്നവരല്ല ഇത്, മറിച്ച് കൈനിറയെ കല്ലുമ്മക്കായ ശേഖരിച്ച് മടങ്ങാൻ എത്തിയതാണ് ഇവർ. പരമാവധി കല്ലുമ്മക്കായ ശേഖരിച്ച് മടങ്ങാനാണ് ഓരോരുത്തരുടെയും ശ്രമം. ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ചേട്ടാ ഇവിടുത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായുള്ള ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ? അവിടെ 4-5 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. ഇവിടെ കുറേ ആളുകൾ വരുന്നു. ഇന്നിപ്പോൾ തിരക്ക് കുറവാണ്. ഇന്ന് വെള്ളം ഇപ്പോൾ ഇറങ്ങി വരുന്നുള്ളൂ. വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് ആൾക്കാർ കൂടി വരിക. അപ്പോൾ എല്ലാവരും പുറത്ത് നിൽക്കുകയാണ്, എല്ലാവരും കൂടെ അപ്പുറത്ത് നിൽക്കാൻ പറ്റില്ല. വെള്ളം കൂടെ പോകുമ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ട് അതുവരെ പോകാൻ പറ്റും. ചേച്ചി, എത്ര ദിവസമായി ഇങ്ങനെ ഇവിടെ കല്ലുമ്മക്കായ വരുന്നു? നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് കല്ലുമ്മക്കായ ശേഖരിക്കാറുണ്ടോ? 2-3 ദിവസമായി വന്നിട്ട്. ഇന്നലെ വന്നില്ല, മിഞ്ഞാന്ന് വന്ന്, അതിൻ്റെ തലേന്ന് പോയി വന്നില്ല. ഒരു രസമല്ലേന്ന് വെച്ചിട്ട് അങ്ങനെ വരുന്നത്. പിന്നെ
ഒരു ദിവസത്തെ കറിയാവും. ഇവിടെ ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് കസിൻസും അച്ഛനൊക്കെ ഇന്നലെ വന്ന് കുറെ പരിചയം കൊണ്ടുപോയിണ്ടായിരുന്നു. കല്ലുമക്ക ഞങ്ങക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? ഒരു 5 കിലോ കിട്ടിയിട്ടുണ്ടാവും. ദിവസമായി ഇതുപോലെ വൈകുന്നേരം പണി ജോലി കഴിഞ്ഞിട്ട് വന്ന് ഒരു നേരം പോക്ക് കണ്ട് കറക്റ്റുള്ളതെല്ലാം ശേഖരിച്ചിട്ട് പോവുള്ളൂ. രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ കേൾക്കുന്നത് ഉണ്ട്. നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് വന്നത്. പിന്നെ നമ്മൾ ഇവിടെ കുറെ ആയി തിന്നാന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഒന്ന് പറിക്കാൻ വന്നത്. കൊറോണ ഒരു വിഷയാക്കാണ്ട് വന്നാണ്. വൈകുന്നേരം ഒരു കറിക്കുള്ള സാധനം കിട്ടുമോ? കിട്ടാൻ പ്രതീക്ഷ. കഴിഞ്ഞ ഏതാനും ദിവസമായി സായം സന്ധ്യകളിൽ ആനന്ദം കണ്ടെത്തി കല്ലുമേക്കായ ശേഖരണം ആഘോഷമാക്കുകയാണ് ഈ നാട്ടുകാർ. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്.